നമ്മൾ സെൻട്രൽ മീഡിയൻ ഉണ്ട് റോഡുകളിൽ. ഈ സെൻട്രൽ മീഡിയൻ സംവിധാനം ശരിക്കും കേരളത്തിൽ ആദ്യം ആരംഭിച്ചത് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല. 1967-68 സമയത്താണ് ആദ്യമായിട്ട് ഏലൂരാണ് സെൻട്രൽ മീഡിയൻ റോഡുകൾ വന്നത്, വൺ വേ റോഡുകൾ വന്നത്. ഞാൻ പറഞ്ഞത് വ്യവസായ രംഗത്തിൻ്റെ പുരോഗതിയുടെ ഉച്ചസ്ഥായിയായിരുന്ന കാലത്തുണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളാണ് അതിൽ. നിരവധി മാറ്റങ്ങൾ ആ സമയത്ത് അവിടേക്ക് ഉണ്ടായിരുന്നു. അത് ഈ ഏലൂര് പോലെ സ്ഥലം ചെറിയൊരു എന്താ പറയുക പട്ടിക്കാട് പോലെ കിടന്ന സ്ഥലമാണ്. അവിടെ പഴയ കാലത്ത് പുലി ഇറങ്ങിയിരുന്ന സ്ഥലമാണത്. പുലി ഇറങ്ങിയിരുന്ന സ്ഥലമാണ്. ആ സ്ഥലമാണ് വലിയൊരു ടൗൺഷിപ്പായിട്ട് രൂപാന്തരം പ്രാപിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു വ്യവസായത്തിന് കേരളത്തിൽ വല്ല സാധ്യതയുണ്ടോ? വ്യവസായത്തിന് കേരളത്തിൽ സാധ്യതയുണ്ട്. പക്ഷേ അത് കാലത്തിനനുസൃതമായ വ്യവസായം ഉണ്ടാവണം. അതേപോലെ തന്നെ ഈ മെഗാ സംഗതികളിലേക്ക് പോകുന്നതിന് പകരം ഇഷ്ടംപോലെ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് സന്നദ്ധരായിട്ടുള്ള ശേഷിയുള്ള കുട്ടികളുണ്ട്. നമ്മളുടെ മാനവ വിഭവശേഷി. ഉദാഹരണത്തിന് ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞു. നമ്മളുടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം ഒരു 2 വർഷത്തിനകം ഗണ്യമായി കുറയും. കാര്യം കോഡിങ്ങിന് പോലും ആൾക്കാർ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് വന്നു. അപ്പം വളരെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ വിദേശത്തേക്ക് ഇപ്പം ആവശ്യമായി വരുന്നുള്ളൂ. പിന്നെ നഴ്സുമാർ ഡോക്ടർമാരുടെ പോലും ആവശ്യമില്ല. അപ്പം നഴ്സുമാരും അതേപോലെ തന്നെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഈ എൻജിനീയേഴ്സും അതേപോലെ മാനുവൽ ലേബേഴ്സ് ആവശ്യമുള്ള കുറച്ച് ആൾക്കാരും ഇതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു മെയിൻ സ്ട്രീമിന് വിദേശത്തേക്ക് സാധ്യത ഇല്ലാതെ വരും. വിശേഷിച്ച് അത് ഇവിടെ മാത്രമല്ല, വെസ്റ്റിൽ മാത്രമല്ല, ഒക്കെ വരും. ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടെക്നോളജി, ഏത് ടെക്നോളജിയും വളരെ മനോഹരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സമൂഹമാണ് സാർ. അപ്പോൾ അതൊക്കെ വരുമ്പോൾ കേരളത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ കേരളത്തിന് ഏതെല്ലാം രീതിയിൽ മുമ്പോട്ട് പോകാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നായിരിക്കണം ഈ പുതിയ വ്യവസായത്തിലേക്ക് പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.